ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു സ്റ്റീരിയോ കരോക്കെ ആംപ്ലിഫയറെ കുറിച്ചിട്ടാണ്. ഇത് നമ്മൾ തന്നെ ചെയ്തെടുത്തൊരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള കോങ്ങാടുള്ള ഒരു ചേട്ടന് വേണ്ടി ചെയ്തെടുത്തൊരു ആംപ്ലിഫയർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് ക്ലോസിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മളൊരു പവർ സ്വിച്ച്, 2 മൈക്ക് ഇൻപുട്ട്, അതുപോലെ തന്നെ മൈക്കോളിയം, എക്കോ, ബേസ്, ട്രിബിൾ, പിന്നെ മൈക്കോളിയത്തിനാണ് നമ്മൾ തൊട്ടിപ്പുറത്ത് കൊടുത്തത്, പിന്നെ ഒരു മാസ്റ്റർ വോളിയം. അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത്. ഈ ആംപ്ലിഫയർ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പലരും നമ്മുടെ വാട്സപ്പിൽ കമൻറ്റ് ചെയ്തിരുന്നു ആംപ്ലിഫയർ ചെയ്ത് വെച്ചതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കസ്റ്റമറുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരുന്ന ഒരു കോപ്പർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട്, 27027 ഒരു 8 ആംപിയർ. അതുപോലെ തന്നെ റെക്ടിഫയർ സെക്ഷൻ കാര്യങ്ങളൊക്കെ ഇലക്ട്രോൺ കപ്പാസിറ്ററാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ KM സാഡിയോസിൻ്റെ മോസ്ഫിറ്റ് ബോർഡും ബിസ്മി ആഡിയോസിൻ്റെ കരോക്കെ ബോർഡും, പിന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പകാരിയ കമ്പനീൻ്റെയാണ് USB മൊഡ്യൂൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയർ ബാക്ക് സൈഡ് വരുന്നത് RC ഇൻപുട്ട് എടുക്കാനുള്ളതും ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ട് എടുക്കാനുള്ളതും, പിന്നെ ഒരു കൂളിംഗ് ഫാന്, പിന്നെ ഒരു 2 പിൻ AC കോഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് നോക്കാം.